മംഗളൂരു ഇറക്കോടിയിലെ പിക്കപ്പ് ഡ്രൈവർ റഹീമിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ വൈകിട്ടാണ് ബൈക്കിലെത്തിയ സംഘം റഹീമിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തെ തുടർന്ന് സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ദക്ഷിണ കന്നഡ ജില്ലയിലെ 5 താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, വീണ്ടും ഒരു കൊലപാതകം ഉണ്ടായിരിക്കുകയാണ്. മംഗളൂരുവിന്റെ വളരെ സെൻസിറ്റീവായ സ്വഭാവത്തെപ്പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് പോലീസ് സംശയിക്കുന്നത്? എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്? ശ്രീജ, ഏറെ ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് മംഗളൂരുവിൽ നിന്നും വരുന്നത്. എന്തായാലും പകരത്തിന് പകരം എന്ന നിലയിൽ കൊലപാതകങ്ങൾ മൂന്നാമത്തെ കൊലപാതകമാണ് കഴിഞ്ഞ 2 മാസത്തിനിടെ. നമുക്കറിയാം, മെയ് 1-നാണ് സുഹാസ് ചെട്ടി, ബജരംഗ് ദൾ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റൊരു കൊലക്കേസിലെ പ്രതി കൂടിയായ സുഹാസ് ചെട്ടിയെ നടു റോഡിലിട്ട് ഒരു സംഘം കൊലപ്പെടുത്തുന്നത്. അതിലെ പ്രതികളെ പകുതിയോളം പ്രതികൾ മാത്രമേ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. മുഖ്യപ്രതി ഉൾപ്പെടെ അറസ്റ്റായെങ്കിലും ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ റഹീമിനെ, പിക്കപ്പ് ഡ്രൈവറായ റഹീമിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും മംഗളൂരുവും പരിസര പ്രദേശങ്ങളിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ജാഗ്രതയിലാണ്. ഈ ബണ്ട്വാൾ മേഖലകളിലാണ്, മംഗളൂരുവിൽ നിന്നും 10 കിലോമീറ്ററോളം മാറിയുള്ള ബണ്ട്വാൾ മേഖലകളിലാണ് ഇത്തരത്തിൽ സംഘർഷം കൂടുതലായും ഉള്ളത്. എന്തായാലും 5 താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ട് തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഒരാഴ്ചത്തേക്കാണ് നിരോധനാജ്ഞയുള്ളത്. പ്രകടനമോ മറ്റ് പൊതുയോഗമോ ഒന്നും, പ്രതിഷേധങ്ങളോ ഒന്നും നടത്താൻ ഇവിടെ അനുവദിക്കുന്നില്ല. ഏതായാലും ഇതുവരെ ഈ റഹീമിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയും തന്നെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് ADGP മംഗളൂരിൽ എത്തുന്നുണ്ട്. സുഹാസ് ചെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി ഇടങ്ങളിലാണ് അന്ന് അക്രമം ഉണ്ടായത്. ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായിരുന്നു. പലയിടങ്ങളിലും ആളുകൾക്ക് ഇത്തരത്തിൽ നേരെ അക്രമം ഉണ്ടായിരുന്നു. ഏതായാലും പകരത്തിന് പകരം എന്ന നിലയിൽ ഈ മംഗളൂരുവിലെ സംഘർഷം വ്യാപിക്കുന്നത് അത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, മലയാളികളെ ഉൾപ്പെടെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മംഗളൂരു. കാസർഗോഡ് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏതായാലും അതിർത്തിയിൽ കേരള പോലീസും ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം പരിശോധിച്ച് മാത്രമാണ് കാസർഗോഡ്, അതായത് കേരളത്തിലേക്ക് കടത്തിവിടുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ പോലീസിനെ ഈ സംഘർഷ സാധ്യതാ മേഖലകളിൽ വിന്യസിക്കുമെന്നാണ് കർണാടക പോലീസ് വ്യക്തമാക്കുന്നതും. ശ്രീജ, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുന്ന, ഒരു പക്ഷേ കൊച്ചി തീരത്തിന് സമീപത്ത് കപ്പൽ മറിഞ്ഞപ്പോൾ നമ്മൾ ആ സമയത്തെ ഒരു ആശങ്ക എന്ന നിലയ്ക്കാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതല്ല, ഇപ്പോൾ വരുന്നത് അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ